പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശി, ഈ 3 പേരാണല്ലോ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പോലീസ് കരുതുന്നത് എന്താണ്? കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? കാരണം കുടുംബം ഉന്നയിക്കുന്നത് 3 പേരിലേക്ക് മാത്രമല്ല, കൂടുതൽ പേർ അതിൽ അമ്മുവിനെ മാനസികമായി വലിയ തോതിൽ ഉപദ്രവിച്ചിരുന്നു, ശാരീരികമായി പോലും. അപ്പോൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം ഇനിയും വ്യാപിക്കുമോ? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 പെൺകുട്ടികളാണ്, കുടുംബം ആരോപിക്കുന്ന 3 പെൺകുട്ടികളാണ് ഇന്നലെ കസ്റ്റഡിയെടുത്ത് അവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും പത്തനാപുരം സ്വദേശി അരീന, ചങ്ങനാശ്ശേരി സ്വദേശി അഷിത, അയർക്കുന്നം സ്വദേശി അഞ്ജന എന്നിവരെയാണ് പത്തനംതിട്ട പോലീസ് DSPയുടെ നേതൃത്വത്തിൽ ഇന്നലെ കസ്റ്റഡിയെടുക്കുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ 3 പേര് ആണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്ന പോലെ 3 പേരിൽ മാത്രം ഒതുങ്ങാതെ മറ്റാർക്കെങ്കിലും ഈ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ, അവരെ ഏതെങ്കിലും തരത്തിൽ മാനസികമായി അമ്മുവിനെ പീഡിപ്പിക്കുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, ഒപ്പം കുടുംബം കൊടുക്കുന്ന പരാതി അനുസരിച്ച് ഈ അമ്മുവിന്റെ മരണത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങൾ, അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കോളേജ് അധികൃതരും ഒപ്പം ഹോസ്റ്റൽ അധികൃതരും ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് DSP അടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അതിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പേര് ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേര് അമ്മുവിനെ ബുദ്ധിമുട്ടിക്കുകയും ഈ പീഡിപ്പിക്കുകയും അങ്ങനെ ചെയ്ത് മാനസികമായി സമ്മർദ്ദരാക്കുകയും ചെയ്യുന്നൊക്കെ ഉണ്ടോ ഇല്ലെന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും അമ്മുവിന്റെ മരണത്തിന് ഒരു യഥാർത്ഥ കാരണത്തിലേക്ക് ഒരു നിഗമനത്തിൽ പോലീസ് എത്തുകയുള്ളൂ. എന്തായാലും പോലീസ് വിശദമായി അന്വേഷിച്ചിട്ടുണ്ട്. ഇന്ന് ഈ 3 കുട്ടികളെയും പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. 11 മണിയോട് ഹാജരാക്കുമെന്നാണ് നമുക്ക് പോലീസിന് അറിയുന്ന വിവരം. ഈ 3 പേരാണ് കുടുംബത്തിന്റെ ആരോപണ വിധേയരായ തുടക്കം മുതൽ അമ്മു സജീവന്റെ പിതാവും ഒപ്പം സഹോദരൻ അടക്കമുള്ള ആളുകൾ ആദ്യഘട്ടം തന്നെ ഈ കുട്ടികൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. പ്രിൻസിപ്പൽ പരാതി നൽകിയിരുന്നു. അത് പരിഹരിച്ചു എന്നാണ് പ്രിൻസിപ്പൽ നമ്മൾ അന്ന് ഈ മരണം ഉണ്ടായ ദിവസം നമ്മൾ കോളേജുമായി അധികൃതമായി ബന്ധപ്പെടുമ്പോൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്. ഈ 3 പെൺകുട്ടികൾക്കും മെമ്മോ നൽകിയിട്ടുണ്ട്, പ്രശ്നം പരിഹരിച്ചു എന്നാണ് പ്രിൻസിപ്പൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ അതിൽ അപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് കോളേജ് അധികൃതർ പോയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഈ അവസാന വർഷ BSc നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയാണ്. ചുരുങ്ങിയ നാളുകൾ മാത്രമുള്ളൂ ഈ കോഴ്സ് അവസാനിക്കാൻ. ആ സാഹചര്യത്തിൽ ഇത്തരം ഒരു ഗൗരവമായ ഒരു പ്രശ്നത്തെ ആ രീതിയിൽ കോളേജ് അധികൃതരും ഹോസ്റ്റലിൽ ഉള്ളവരും കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാനസികമായ ഒരു പീഡനം ഈ കുട്ടി അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അമ്മു സജീവന് അതിൻ്റെതായ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായി. അതെല്ലാം അപ്പോൾ തന്നെ വീട്ടുകാരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. എന്തായാലും അമ്മു സജീവന്റെ ഫോൺ സന്ദേശങ്ങൾ അതെല്ലാം സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അമ്മു എങ്ങനെയാണ് മരിക്കാനുണ്ടായ കാരണത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുക. എന്തായാലും ആദ്യഘട്ടത്തിൽ ആരോപണ വിധേയരായ 3 പെൺകുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി ശശി നാരായണൻ പത്തനംതിട്ടയിൽ വിവരങ്ങൾ നൽകിയത്.